വിജയൻ്റെ ഒന്നാമത്തെ സർക്കാരിനും രണ്ടാമത്തെ സർക്കാരിൻ്റെ പ്രത്യേകത എന്താ? അനുനിമിഷ അനുദിന കൊള്ളരുതായ്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാരാണ്. പണ്ട് ഏതെങ്കിലുമൊക്കെ വകുപ്പിൽ ആരെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണിക്കുന്നതിന് പോലെ ഇപ്പോൾ എല്ലാ വകുപ്പിലും കുഴപ്പങ്ങൾ അല്ലേ? എത്ര വിഷയങ്ങളാണ്. ഇപ്പം നമ്മൾ ഈ ഇൻ്റർവ്യൂവിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, സ്ക്രീനിൽ പോകുന്ന വാർത്ത എന്താ? എക്സാലോജിക്കിൻ്റെ വിഷയമല്ലേ? അതേ സമയത്തല്ലേ കോഴിക്കോട് ജില്ലയിൽ അംഗപരിമിതിയുള്ളൊരു സാധു മനുഷ്യൻ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന 65 ലക്ഷം മനുഷ്യന്മാരുടെ പ്രശ്നമുള്ളത്? ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഓർമ്മയിൽ 1 മിനിറ്റിൽ 5 വിഷയങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. മുൻപുള്ള ഏത് സർക്കാരിൻ്റെ കാലത്ത്, ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന സർക്കാർ വരെ എടുത്തു ഒരു സമയത്ത് ഇത്രയേറെ കുഴപ്പങ്ങൾ കാണിച്ചിട്ടുള്ള സർക്കാർ ഏതാണുള്ളത്? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നത്തെ സർക്കാരിൻ്റെ പ്രത്യേകത സൂപ്പർ ആക്റ്റീവായി കൊള്ളരുതായ്മ ചെയ്യുന്ന സർക്കാരാണ്. പ്രതിപക്ഷം ആക്റ്റീവാണ്, പക്ഷേ സൂപ്പർ ആക്റ്റീവായി കൊള്ളരുതായ്മ ചെയ്യുന്നൊരു സർക്കാരുള്ളപ്പോൾ ജനം കാക്ഷിക്കുക സൂപ്പർ ആക്റ്റീവ് പ്രതിപക്ഷത്തെയാണ്. ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ പോരായ്മ കൊണ്ടല്ല, ഇവരുടെ അഴിമതിയിലെ റേഷ്യോ വർദ്ധിച്ചതുകൊണ്ട് ആ റേഷ്യോയിൽ ഞങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്നുണ്ടാവില്ല.